മാനുഷിക പരിഗണന നൽകി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ വിജയമെന്ന് മന്ത്രി സജി ചെറിയാൻ. കുട്ടനാട് താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടനാടിനായി സർക്കാർ അനുവദിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വികസനത്തോടൊപ്പം ക്ഷേമവും എന്നതാണ് സർക്കാരിന്റെ നയമെന്നും അതിനാൽ പരാതി പരിഹാരവും ക്രിയാത്മകമായി നടക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ ചട്ടത്തിനും നിയമത്തിനും അപ്പുറത്ത് മാനുഷിക പരിഗണന കൂടി നൽകേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത ചില തീരുമാനങ്ങൾ അദാലത്തിൽ മന്ത്രിമാർക്കെടുക്കാൻ കഴിയുന്നു എന്നതാണ് അദാലത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ചട്ടങ്ങള് നിയമങ്ങള് നമ്മൾ സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലി. ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ ചട്ടങ്ങളും നിയമങ്ങളും തടസ്സമാകാൻ പാടില്ല. അത്തരത്തിലുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ തടസ്സമായി വന്നാൽ അതിനാവശ്യമായ ഭേദഗതി നിയമനിർമ്മാണം നടപ്പാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിൽ ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചു. ചട്ടവും നിയമത്തിനും അപ്പുറത്തൊരു കാര്യമുണ്ട്, മനുഷ്യത്വം, മാനുഷിക മുഖം. നമ്മൾ ചെയ്യുന്ന കാര്യം മനുഷ്യന് വേണ്ടിയാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കൃത്യമായി ആ തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഈ കഴിഞ്ഞ 8 വർഷമായി ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ് പണം നിക്ഷേപിച്ച മണ്ഡലമാണ് കുട്ടനാട്. കുട്ടനാടിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൻ്റെ കാരണം മറ്റ് ജില്ലയിലെ 5 താലൂക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ഒരു ജനതയാണ് കുട്ടനാട്ടിലെ ജനത. കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ ഏറ്റവും അധികം പണം നിക്ഷേപിച്ച മണ്ഡലമാണ് കുട്ടനാടെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാട്ടിൽ പാലം, റോഡ്, ആശുപത്രി, കുടിവെള്ളം, കുട്ടനാട് പാക്കേജ് എന്നിവയ്ക്കൊക്കെ പണം കൊടുത്തു. ഇതുമൂലം വലിയ മാറ്റമാണ് മണ്ഡലത്തിലുണ്ടായത്. കുട്ടനാടിന് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കുട്ടനാടിന് അനുവദിച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഏതു വിധേനയും പണം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് മുഖ്യാതിഥിയായി. തോമസ് കെ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ 23 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C. എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ, സബ് കളക്ടർ സമീർ കൃഷ്ണൻ, തഹസിൽദാർ PD സുധി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു. 417 പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. അദാലത്ത് ദിവസം ഏതു വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിലും നിയമവും ചട്ടങ്ങളും പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രത്യേക അധികാരം മന്ത്രിമാർക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ 7 കൗണ്ടറുകൾ അദാലത്ത് വേദിയിൽ ഒരുക്കിയിരുന്നു. അദാലത്തിനെത്തുന്നവർക്കായി റിസപ്ഷൻ, അന്വേഷണ കൗണ്ടറുകൾ, കുടിവെള്ളം, ലഘുഭക്ഷണം, വൈദ്യസേവനം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കി. ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. കരുതലും കൈത്താങ്ങും കുട്ടനാട് താലൂക്ക് തല അദാലത്തിൽ 289 പരാതികളിൽ തീർപ്പ്. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് എന്നിവരാണ് പരാതികൾ കേട്ട് പരിഹാരം നിർദ്ദേശിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10-ന് മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച അദാലത്തിലേക്ക് നേരത്തെ ലഭിച്ച 417 അപേക്ഷകളിൽ 329 പരാതികളാണ് പരിഗണനാർഹമായി ഉണ്ടായിരുന്നത്. മറ്റ് 40 അപേക്ഷകളിൽ സത്വര തുടർ നടപടികൾക്ക് നിർദ്ദേശിച്ച് മന്ത്രിമാർ വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അദാലത്തിലേക്ക് നേരത്തെ പരാതി നൽകിയവരെയെല്ലാം മന്ത്രിമാർ നേരിൽ കണ്ടു. അദാലത്ത് ദിവസം കൗണ്ടറിലൂടെ 393 പുതിയ പരാതികൾ കൂടി ലഭിച്ചു. പുതിയ പരാതികൾ സ്വീകരിക്കാൻ 7 കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. അദാലത്ത് ദിവസം ലഭിച്ച അപേക്ഷകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും 15 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. കദളിക്കാട് KR വിദ്യയുടെ ഭിന്നശേഷിക്കാരിയായ കുട്ടിക്ക് ചികിത്സാ സഹായമായി സാമൂഹ്യനീതി വകുപ്പ് വഴി 1 ലക്ഷം രൂപ അനുവദിച്ചു. കൂടാതെ വിദ്യയ്ക്ക് സ്വാശ്രയ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് 35,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. തലവടി PN ശിഖാമണിക്ക് വീട് വയ്ക്കാൻ 3 സെന്റ് ഭൂമി നികത്തുന്നതിന് അനുവാദം നൽകുന്നതിന് ആലപ്പുഴ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറെ ചുമതലപ്പെടുത്തി. വർഷങ്ങളായി തീർപ്പാക്കാനുണ്ടായിരുന്ന 82 പോക്കുവരവ് അപേക്ഷകളിൽ നികുതി സ്വീകരിക്കുന്നതിനും അദാലത്തിൽ ഉത്തരവായി. 25 AAY BPL റേഷൻ കാർഡുകളും അദാലത്തിൽ അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. മേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന 16 വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റുന്നതിനും അദാലത്തിൽ മന്ത്രിമാർ ഉത്തരവിട്ടു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച അദാലത്ത് ഉച്ചയ്ക്ക് 2:30 അവസാനിച്ചത്. 82
പോക്കുവരവ് അപേക്ഷകളിൽ നികുതി സ്വീകരിക്കുന്നതിനുള്ള ഉത്തരവായിട്ടുണ്ട്. 25 പേർക്ക് AAY BPL കാർഡുകൾ, റേഷൻ കാർഡുകൾ അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അപകടകരമായും ജീവന് ഭീഷണിയുമായി നിൽക്കുന്ന 16 വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അദാലത്തിൻ്റെ ഭാഗമായി തീരുമാനമായിട്ടുണ്ട്. ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 കൂട്ടർ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങളും മറ്റുമാണെന്നുള്ളതുകൊണ്ട് അദാലത്തിൽ അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുകയില്ല. ഒരാളെ മാത്രം കേട്ടൊരു തീരുമാനമെടുക്കാനും പറ്റില്ല എന്നുള്ളതുകൊണ്ട് ചിലതെല്ലാം കോടതി മുഖാന്തരം പരിഹരിക്കേണ്ടതാണ് എന്നുള്ളതിനാൽ അത്തരം കാര്യങ്ങൾക്കായി അതിനെല്ലാം മാറ്റിയിട്ടുണ്ട്. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി റോഡ് യാഥാർത്ഥ്യത്തിലേക്ക്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ തിങ്കളാഴ്ച നിർവഹിച്ചു. കിഫ്ബി സഹായത്തോടെ പുളുങ്ങുന്ന താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ആശുപത്രിയിലേക്ക് പ്രധാന റോഡ് ഒരുക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക വിനിയോഗിച്ചു വാങ്ങിയ സ്ഥലത്തുകൂടി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം. തിങ്കളാഴ്ച രാവിലെ 9-ന് പുളുങ്ങുന്ന കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 24-25 വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി വികാസ് പാർക്ക് പുളിങ്കും റോഡ് 35 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണം ആരംഭിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഏറ്റവും വേഗം ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നിർമ്മാണ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചായിട്ട് അറിയിക്കുക. ഇവിടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടത് പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കിഫ്ബി വഴി സംസ്ഥാന ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടും സമയബന്ധിതമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാതെ പോയതിന് പല കാരണങ്ങളുണ്ടാവും. അതിൽ ചില കാരണങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് MLA വിശദീകരിച്ചു. പക്ഷേ ആ കാരണം എന്ത് പറഞ്ഞാലും ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം സാങ്കേതികമായ കാരണങ്ങളാൽ നടക്കാതെ പോകുക എന്ന് പറയുന്നത് അതെന്താണെന്ന് ഒന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ആശുപത്രികൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും നിർമ്മാണം ആരംഭിക്കുകയും പലതും പൂർത്തീകരണ ഘട്ടത്തിലെത്തിക്കുക. ഇപ്പോൾ കുട്ടനാട് അനുവദിക്കപ്പെട്ട 150 കോടി രൂപയോളം വരുന്ന ആശുപത്രി അതിന്റെ കെട്ടിടം നിർമ്മിക്കാതിരിക്കാൻ സാങ്കേതികമായ കാരണങ്ങൾ മാത്രമാണോ തടസ്സമെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷനായി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് പ്രീതി സജി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ടീച്ചർ, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, HMC അംഗങ്ങൾ, റോഡ് സമ്പാദക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തിരുപ്പിറവി ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി അതിരൂപത മാതൃവേദി SB കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച മെഗാ മാർഗം കളി ശ്രദ്ധേയമായി. കാണികളുടെ മനം കവർന്ന കലാപ്രകടനത്തിനൊടുവിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ നേട്ടവും ഇവർ സ്വന്തമാക്കി. തിരുപ്പിറവിയുടെ 2025 ജൂബിലി വർഷത്തിൽ 1840 വനിതകളാണ് പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടുമണിഞ്ഞ് മാർഗം കളിക്കായി SB കോളേജ് മൈതാനത്തെത്തിയത്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അണിനിരന്ന് അവതരിപ്പിച്ച കലാപ്രകടനം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം പിടിച്ചു. അഞ്ച് ജില്ലകളിൽ നിന്നായി 18 ഫൊറോനകളിലെ 80,000 കുടുംബങ്ങളിൽ നിന്നുള്ള വനിതകളാണ് മെഗാ മാർഗം കളിയിൽ പങ്കെടുത്തത്. 10 മിനിറ്റ് 47 സെക്കൻഡ് സമയമായിരുന്നു കലാപ്രകടനം. മാർഗം കളി പാട്ടുപാടാൻ പരമ്പരാഗത വേഷമണിഞ്ഞ് 500-ലേറെ വനിതകളും ഗ്രൗണ്ടിലെത്തിയിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിൽ
മെഗാ മാർഗം കളി ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത മെഗാ മാർഗങ്ങൾക്ക് ഇവിടെ തിരി തെളിയുകയാണ്. പിതാവ് തെളിയിക്കുന്ന തിരി നമ്മുടെ മാതൃവേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബീന ജോസഫ് ഏറ്റുവാങ്ങുന്നതായിരിക്കും. പല വ്യത്യസ്തങ്ങളായ മതങ്ങളുമെല്ലാം ഉള്ള ഈ നാട്ടിൽ നമ്മുടെ സ്വത്വം, നമ്മുടെ ഐഡന്റിറ്റി നിർണയിക്കുന്ന ഒന്നാണ് സുറിയാനി ക്രൈസ്തവർ എന്നുള്ളത് ഉദ്ഘോഷിച്ചുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ മാർഗംകളി മത്സരത്തിലൊക്കെ മാർഗംകളി പരിപാടിയിലെല്ലാം പങ്കെടുക്കുക. അതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിന്റെയും നമ്മുടെ സാംസ്കാരികമായ ഇഴചേരലിന്റെയും ഒക്കെ അടയാളം കൂടിയാണ് ഈ മാർഗംകളി. അതുകൊണ്ട് ഇത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കത്തക്ക രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും പേര് ഒരുമിച്ചുകൂടി ഇത് ചെയ്യുമ്പോൾ മാതൃവേദിയുടെ ചരിത്രത്തിലും ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഒരുപക്ഷെ കേരള സമൂഹത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ഇടം പിടിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ മാതൃവേദി പ്രസിഡന്റ് ബീന ജോസഫ് അധ്യക്ഷയായി. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ആന്റണി ഏത്തക്കാട്ട്, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി രേഖ മാത്യൂസ്, പിതൃവേദി പ്രസിഡന്റ് ജിനോദ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഹൃദയബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പുതുതലമുറ വളർന്നു വരണമെന്ന് ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. മാന്നാർ വീരശൈവ മഹാസഭയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീഠം യസ്യ ധരിത്രീ ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പജാലം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യക്തനേത്രം കുക്ഷിസപ്തസമുദ്രം ഭുജഗിരി ശിഖരം സപ്തപാതാളപാദം വേദം വക്രം ഷഡംഗം ദശ ദിശി വസനം ദിവ്യലിംഗം നമാമി. ശിവനെ ധ്യാനിക്കുന്നത് അങ്ങനെയാണ്. ഭൂമിയാണ് ഭൂപാദവും, പാദം ഭൂമിയാണ്, ഭൂപാദവും പീഠം ധരിത്രിയാണ്, ഭൂമിയാണ് പീഠം. ഈ പ്രപഞ്ചമാണ്, അന്തരീക്ഷമാണ് നാഭി, ആകാശമാണ് മുടി. അവിടെയുള്ള നക്ഷത്രങ്ങൾ തൻ്റെ പുഷ്പജാലങ്ങളാണ്, തന്നിൽ അണിയിച്ചിരിക്കുന്ന പുഷ്പജാലങ്ങളാണ്. ശിവന്റെ സങ്കല്പമാണ്. ശിവൻ എന്നത് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സങ്കല്പമാണ് ഭാരതീയ പാരമ്പര്യം ശിവന് നൽകിയത്. മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ വീരശൈവ മഹാസഭ പ്രസിഡന്റ് സജി കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രഭകുമാർ, ശിവൻപിള്ള, അജിത് കുമാർ, സജി വിശ്വനാഥൻ, രാജേന്ദ്രൻ, അർച്ചന രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും മെമന്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കൺവെൻഷൻ ജനുവരി 8 ബുധനാഴ്ച വൈകുന്നേരം 3 നടക്കും. ചങ്ങനാശ്ശേരിയിലെ ഹക്ക് ഹോംസിലാണ് നിയോജക മണ്ഡലം കൺവെൻഷൻ നടക്കുക. ബ്ലോക്ക് പ്രസിഡന്റ് സോണി കുട്ടമ്പേരൂരിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ KDPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കോട്ടയം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നിയോജക മണ്ഡലം കൺവെൻഷനാണ് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നടത്തപ്പെടുന്നത്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ചങ്ങനാശ്ശേരിയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് എത്തിച്ചേർന്ന ആളുകൾ ഒരു നയ വിശദീകരണ യോഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രമുഖ നേതാക്കൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കും. 8-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് നമ്മൾ ഈ കൺവെൻഷൻ ആരംഭിക്കുന്നത്. UDFന്റെയും KDPയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കും. ജനാധിപത്യ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മതേതര കേരളത്തെ വീണ്ടെടുക്കാൻ കേരള ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാജു M. ഫിലിപ്പ്, ബ്ലോക്ക് പ്രസിഡന്റ് സോണി കുട്ടമ്പേരൂർ, ജില്ലാ പ്രസിഡന്റ് നിബു എബ്രഹാം, സിബിൻ ജോസഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ അയർക്കുന്നം തുടങ്ങിയവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെ സേവന പ്രവർത്തനങ്ങൾ അനുകരണീയമെന്ന് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ R. വെങ്കടാചലം. എടത്വ ടൗൺ ലയൺസ് ക്ലബിന്റെ 2025 വർഷത്തെ പ്രവർത്തന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എടത്വ ടൗൺ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നല്ല ഒരു കലണ്ടർ 2025 നല്ല ഒരു കലണ്ടർ റിലീസ് ചെയ്യുന്നു.
ലയൺസ് ഡിസ്ട്രിക്റ്റിലെയും ലയൺസ് മൾട്ടിപ്പിളിലെയും ഇൻ്റർനാഷണൽ ലീഡേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വെച്ചിട്ട് ലയൺസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് മാർക്ക് ചെയ്തിട്ട് വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്ത ഡിസൈൻ ചെയ്ത ലയൺസിന് മാത്രമായുള്ള എക്സ്ക്ലൂസീവ്ലി ഫോർ ലയൺസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കലണ്ടർ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. എനിക്ക് അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്നു. നല്ലൊരു പ്രൊജക്റ്റുമായിട്ട് ഭാഗഭാക്കാകാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യങ് ക്ലബ്ബാണ് എടത്വ ടൗൺ ക്ലബ്ബ്. അവർ വളരെ എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള ലീഡേഴ്സ് വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻവോൾവായി പ്രവർത്തിക്കുന്നുണ്ട്. നാളെ തീർച്ചയായിട്ടും 318Bക്ക് ഒരു ഗൈഡിങ് ലയൺസ് ക്ലബ്ബായിട്ട് എടത്വ ടൗൺ ക്ലബ്ബ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവിധ ആശംസകളും. മികവാർന്നതും വ്യത്യസ്തവുമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ എടത്വ ടൗൺ ക്ലബ്ബ് മറ്റു ക്ലബ്ബുകൾക്ക് മാതൃകയാണെന്ന് ആർ വെങ്കടാചലം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അധ്യക്ഷത വഹിച്ചു. ക്യാബിനറ്റ് സെക്രട്ടറി VK സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. റീജിയണൽ ചെയർമാൻ ജേക്കബ് ടി നീണ്ടിശ്ശേരി, സോൺ ചെയർമാൻ സുരേഷ് ബാബു, സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ, വിൻസെന്റ് ജോസഫ്, റെന്നി തോമസ് എന്നിവർ സംസാരിച്ചു. ക്ലബ് തയ്യാറാക്കിയ കലണ്ടർ ഗവർണർ ആർ വെങ്കടാചലം റീജിയണൽ ചെയർമാൻ ജേക്കബ് ടി നീണ്ടിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു. എടത്വ ടൗൺ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ തലവടി ക്ലബ് പ്രസിഡന്റ് സുനിൽ സാഗറിന് നൽകി ആദ്യ വിതരണം നിർവഹിച്ചു. ചമ്പക്കുളം ചേരാവള്ളി എതിരേറ്റ് കുടുംബയോഗം രക്ഷാധികാരിയും ചെത്തിപ്പുഴ പ്ലാസിഡ് വിദ്യാവിഹാർ പ്രിൻസിപ്പലുമായ ഫാദർ സ്കറിയ എതിരേറ്റ് CMI പൗരോഹിത്യത്തിന്റെ ജൂബിലി നിറവിൽ. ചമ്പക്കുളം ഗാവുൽത്ത ആശ്രമ ദൈവാലയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജൂബിലി ആഘോഷ പരിപാടികളിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്ലാസിഡ് വിദ്യാവിഹാർ സ്കൂളിലെ കുട്ടികളുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദീപപ്രകാശനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. അച്ഛനെ വീട്ടുകാരും അടുത്ത സൗഹൃദമുള്ളവർ വിളിക്കുന്നത് ബിജുവച്ചൻ. അപ്പോൾ ആ ബിജുവച്ചൻ്റെ പൗരോഹിത്യ രംഗത്തേക്ക് 10 വർഷം മുമ്പ് അച്ഛൻ സമർപ്പിത ജീവിതത്തിൻ്റെ ജോലി ആഘോഷിച്ച് കഴിയും. അപ്പോൾ പ്രധാനം പൗരോഹിത്യത്തിൻ്റെ ജോലി ആഘോഷിക്കുമ്പോൾ വളരെ വലിയൊരു ജനസമൂഹം ഇവിടെ വരുവാൻ കാരണം അച്ഛൻ്റെ ശുശ്രൂഷ രംഗങ്ങളിലെ കൂട്ടായ്മയും സൗഹൃദവുമാണ്. എനിക്കും വളരെ കാലം മുമ്പേ എതിരേറ്റച്ഛനെ അറിയാം. ഞാൻ എതിരേറ്റച്ഛൻ എന്നാണ് പണ്ട് മുതൽ വിളിച്ചിരുന്നത്. അപ്പോഴത്തിൻ്റെ മേഖലകളിലെല്ലാം ചിലപ്പോഴൊക്കെ ബന്ധപ്പെടുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഈ ചിലപ്പോൾ എതിരേറ്റ് കുടുംബം ഒരു ചെറിയ കുടുംബമാണ്, 4 മക്കളെ ഉള്ളൂ. നമ്മളറിയാൻ സഭയിൽ കൂടുതൽ മക്കൾക്കായിട്ട് ആർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ 4 മക്കളിലെ 4 പേരും പ്രതിഭാസമല്ലല്ലോ. ഗാഗുൽത്ത ആശ്രമ പ്രിയോർ ഫാദർ ചാക്കോ ആക്കത്തറ CMI ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പൗരോഹിത്യത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ സ്കറിയ എതിരേറ്റിനെ തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ ഫാദർ സെബാസ്റ്റ്യൻ അട്ടിച്ചിറ CMIയും ചേരാവള്ളി എതിരേറ്റ് കുടുംബയോഗവും ആദരിച്ചു. ചേരാവള്ളി എതിരേറ്റ് കുടുംബാംഗങ്ങൾ അണിനിരക്കുന്ന ജൂബിലി ഗാനമാണ്. ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക റെക്ടർ റവറൻഡ് ഡോക്ടർ ജെയിംസ് പാലയ്ക്കൽ, കുട്ടനാട് മുൻ MLA ഡോക്ടർ KC ജോസഫ്, ചെത്തിപ്പുഴ SH മൊണാസ്ട്രി പ്രിയോർ ഫാദർ തോമസ് കല്ലുകളം CMI, ഫാദർ തോമസ് മണ്ണുപറമ്പിൽ CMI എന്നിവർ സംസാരിച്ചു. ചേരാവള്ളി എതിരേറ്റ് കുടുംബയോഗം പ്രസിഡന്റ് MV ചാക്കപ്പൻ മുണ്ടകത്തിൽ സ്വാഗതവും ജോളി എതിരേറ്റ് നന്ദിയും പറഞ്ഞു. ഫാദർ സ്കറിയ എതിരേറ്റ് CMI മറുപടി പ്രസംഗം നടത്തി. ഈ വചനത്തോടെയാണ് ഈ ജൂബിലി ആഘോഷം ഞാനിവിടെ പൂർത്തിയാക്കുക. ഇന്ന് ഈ ജൂബിലി ആഘോഷവേളയിൽ ഇവിടെ സന്നിഹിതരാകുകയും എൻ്റെ പ്രത്യേകമായ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ചെയ്ത അഭിവന്യ കർദിനാൾ
ജോർജ് ആലഞ്ചേരി പിതാവിനോടുള്ള നന്ദി അത് എങ്ങനെ പ്രകടിപ്പിക്കും എന്ന് എനിക്കറിയില്ല. ആലോചിപ്പിക്കുന്നില്ല. പിതാവിന് വേണ്ട എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. ഇനിയും ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അച്ചായനെയും അമ്മച്ചിയെയും സഹോദരങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ട ചേരാവുകളെയും കുടുംബാംഗങ്ങളെയും എനിക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. എന്തായിരിക്കുന്നു തീർച്ചയായും അത് സഭയ്ക്ക് വലിയ ദാനമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 2000 മഹാജൂബിലി വർഷത്തിൽ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ചടങ്ങിൽ മാർ സൈമൺ സ്റ്റോക്ക് പാലാത്രയിൽ നിന്നുമാണ് ഫാദർ സ്കറിയ എതിരേറ്റ് പൗരോഹിത്യം സ്വീകരിച്ചത്. ആലപ്പുഴ തത്തമ്പള്ളി അസിസ്റ്റന്റ് വികാരി, സെമിനാരി റക്ടർ, ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി സ്കൂൾ പ്രിൻസിപ്പൽ, മാന്നാനം സെന്റ് ജോസഫ് ആശ്രമാധിപൻ, CMI കോർപ്പറേറ്റ് മാനേജർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ ചെത്തിപ്പുഴ പ്ലാസിഡ് വിദ്യാവിഹാർ സ്കൂൾ പ്രിൻസിപ്പലായി സേവനം ചെയ്തു വരികയാണ് ഫാദർ സ്കറിയ എതിരേറ്റ്. ഭക്ത്യാദരപൂർവ്വം നെഞ്ചേറ്റി ആരാധിക്കുന്ന ഭഗവതിയുടെ ചിത്രം വരച്ച് തിരുമുമ്പിൽ സമർപ്പിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മാന്നാർ സ്വദേശിനിയും പ്രവാസിയുമായ വിദ്യ എന്ന ചിത്രകാരി. മാന്നാർ കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ പൂർണ്ണകായ ചിത്രം വരച്ചാണ് വിദ്യ ക്ഷേത്രനടയിൽ സമർപ്പിച്ചത്. കുരട്ടിക്കാട് കാക്കിരം ചേത്ത് വടക്കേതിൽ സുധീഷ് കുമാറിന്റെ ഭാര്യ വിദ്യ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് മ്യൂറൽ പെയിന്റിംഗ് കല അഭ്യസിച്ചത്. ദുബായിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ട്രേഡ് മാർക്ക് സർവീസസ് എന്ന ബിസിനസ് സ്ഥാപനം നടത്തുകയാണ് സുധീഷ് കുമാറും വിദ്യയും. കഴിഞ്ഞ അവധിക്കാലത്ത് കുടുംബസമേതം കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ മനസ്സിൽ പതിഞ്ഞ ഭഗവതിയുടെ രൂപം ദുബായിലെ തന്റെ ഒഴിവുവേളകളിൽ ക്യാൻവാസിലേക്ക് പകർത്തുകയായിരുന്നു ഈ കലാകാരി. ഭർത്താവിന്റെയും മക്കളുടെയും പ്രോത്സാഹനം കൂടിയായപ്പോൾ ചിത്രരചന എളുപ്പത്തിലും മനോഹരമാക്കാനും വിദ്യയ്ക്ക് സാധിച്ചു. കോവിഡ് സമയത്ത് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഓൺലൈനിൽ പഠിക്കാൻ തുടങ്ങി. തിരുവനന്തപുരത്തുള്ളൊരു സുഭാഷിൻ്റെ അടുത്താണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാൻവാസിൽ വരയ്ക്കാൻ തുടങ്ങി. ദുബായിൽ നല്ല എക്സ്പെൻസീവാണ്. കാരണം ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അവിടേക്ക് വന്ന് വരയ്ക്കുന്നതും ചെക്കിട്ടുന്നതും നല്ല എക്സ്പെൻസീവാണ്. ഇപ്പം നമ്മൾ അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ കിട്ടാൻ അതിനുള്ള അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമ്മൾ അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു മനസ്സിനൊരു ശാന്തത ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവധിക്ക് വന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലങ്ങനെ തോന്നി. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വേറെ പടങ്ങളൊന്നും കണ്ടില്ല. അപ്പം ദേവിയുടെ ഒരു പടം വരയ്ക്കണമെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞാൽ കുറച്ച് ബാക്ക് പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് ടൈം എടുത്തു. എന്നാലിപ്പം അവധിക്ക് വരുമ്പോഴത്തേനും വരച്ച് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ദേവി പൂർത്തീകരിച്ചു തന്നു. വിദേശത്ത് ലഭിക്കാവുന്ന പരിമിതവും വിലയേറിയതുമായ മെറ്റീരിയൽസ് ഉപയോഗിച്ച് 4 അടി ഉയരത്തിലും 3 അടി വീതിയിലുമാണ് ചിത്രം വരച്ചത്. കഴിഞ്ഞ ദിവസം മക്കളായ നിർമ്മലിനും നവമിക്കും മറ്റു ബന്ധുക്കൾക്കുമൊപ്പം ക്ഷേത്രത്തിലെത്തിയ വിദ്യ ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിലാണ് ഭഗവതിക്ക് മുന്നിൽ ചിത്രം സമർപ്പിച്ചത്. ഐതിഹ്യങ്ങളും പാരമ്പര്യവും ഇഴചേരുന്ന അനുഷ്ഠാന കലയാണ് പുള്ളുവൻ പാട്ട്. ശബരിമലയിലെ മാളികപ്പുറത്തെ ചിത്രകൂടത്തിന് മുന്നിൽ എല്ലാ വർഷവും അരങ്ങേറുന്ന പുള്ളുവൻ പാട്ട് വിവിധ ദോഷങ്ങൾ അകറ്റുമെന്നാണ് ഭക്തജന വിശ്വാസം. നാഗരായ നായിക ക്ഷേമത്തിനുമ്പ് പാടിപ്പറ്റ ദോഷങ്ങൾ അറിയിക്കുമ്പോൾ കാശിരാമേശ്വരം പാണ്ഡ്യമലയാണ് അടയ്ക്ക് പണിരിക്കോ അവര് മലമസാവന്റെ വള്ളിക്കെട്ടും കെട്ടി സത്യമായ പൊന്നുമാനിട്ട് വഴിയും ചവിട്ടി വന്ന് സ്വാമിദർശനം കണ്ടു തുടങ്ങി സാധുപ്പാങ്കണ്ട കന്നിമൂല ഗണപതി ഭഗവാനെയും വന്നിച്ച് മാളിയപ്പുറത്ത് വേണ്ട വഴിപാടും കഴിച്ച് നാഗര നാഗി ക്ഷമത്തിരുമ്പാകുന്ന അരവിളിയാൽ പാടിച്ചു ദോഷങ്ങൾ അറിയിക്കുന്ന സന്ദേശാനങ്ങൾ. അനുഷ്ഠാനപരമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് പുള്ളുവൻ പാട്ട്. സർപ്പാരാധന സങ്കല്പത്തിൽപ്പെടുന്നതാണ് ഈ അനുഷ്ഠാന കല. പ്രദേശ വ്യത്യാസമനുസരിച്ച് സർപ്പപ്പാട്ട്, പുള്ളുവൻ പാട്ട്, നാഗപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. അയ്യപ്പ ഭക്തർ ഇതിന് വിശേഷാൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ശബരിമലയിൽ പുള്ളുവൻ പാട്ട് അർപ്പിക്കുന്നതിലധികവും മലയാളികളാണ്. മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തള രാജാവ് പുള്ളുവൻ പാട്ട് സമർപ്പിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. പുള്ളുവൻ പാട്ട് അയ്യപ്പ ഭക്തരുടെ സർപ്പദോഷം, നാവുദോഷം, കണ്ണുദോഷം, ബാധാദോഷം തുടങ്ങിയവയെ ശമിപ്പിക്കുന്നുവെന്നാണ് വിശ്വാസം. കുട്ടികളുണ്ടാവുന്നതിനും വീടിന്റെ ഐശ്വര്യത്തിനും പുള്ളുവൻ പാട്ട് പാടുന്നു. പുള്ളുവൻ പാട്ടിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് വീടിന് ഐശ്വര്യ പൂർത്തിയെടുക്കുന്നുണ്ടാകും. കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടി ഇപ്പോൾ മണ്ണാർശാൽ പോലെ ഉരുളകമറ്റുന്നില്ലേ കുട്ടികളില്ലാത്തവർക്ക്. അതുപോലെ തന്നെ വീടുകളിൽ സർപ്പക്കാവിൻ്റെ അവിടെ കളമ്പാട്ടുമൊക്കെ നടത്തി അതിങ്ങനെ മുന്നോട്ട് അങ്ങനെ ഓരോ പാരമ്പര്യമായിട്ട് ഇങ്ങനെ
ഓരോ തലമുറ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ള് എന്ന പക്ഷിയിൽ നിന്നുണ്ടാകുന്ന ദോഷം കുട്ടികളെ ബാധിക്കുമെന്നും പുള്ളുവർ വീണം മീട്ടിപ്പാടിയാൽ ഇതിന് ശമനമുണ്ടാകുമെന്നുമുള്ള ഐതിഹ്യമാണ് ഇതിന് പുള്ളുവൻ പാട്ടെന്ന പേര് വരാൻ കാരണമെന്ന് 2011 മുതൽ ശബരിമലയിൽ പുള്ളുവൻ പാട്ട് പാടുന്ന പെരുമ്പാവൂർ വേങ്ങോല സ്വദേശിയായ MG സുരേഷ് പറയുന്നു. ജനമ്മമാരുടെ കാലം തൊട്ട് ഞാൻ തൊഴിൽ പഠിച്ചു വരാനാണ്. ചെറുപ്പം തൊട്ട് നമ്മുടെ തൊഴിൽ പാരമ്പര്യമായിട്ട് നിന്ന് പോണ ഒരു പുള്ളുവൻ പാട്ടാണിത്. അപ്പോൾ ഇതിന് നമ്മൾ പക്ഷി എന്ന് പറഞ്ഞ പുള്ള് അതിൽ നിന്നുള്ള നാമധേയം കൊണ്ടാണ് പുള്ളുവൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത്. ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടിട്ട് 2011 തൊട്ടാണ് പുള്ളുവൻ പാട്ട് പാടാൻ ശബരിമലയിൽ എത്തുന്നത്. ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ശബരിമല വരുന്ന എല്ലാ ഭക്തരും നാഗപ്പാട്ട് പാടി ദോഷങ്ങളകറ്റി പോകണം. അതാണ് എൻ്റെ വിശ്വാസം. അതും അവരുടെ വിശ്വാസം അങ്ങനെ തന്നെ ആയിരിക്കണം. നാരദ ശ്രീ കൈലാസ വീണ, ബ്രഹ്മ കൈക്കുടം, വിഷ്ണു കൈത്താളം എന്നിവയാണ് ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നാണ് ഈ സംഗീതോപകരണങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വേരിൽ നിന്നാണ് പുള്ളുവർ വീണ നിർമ്മിക്കുന്നത്. കളംവരയോടുകൂടിയും അനുഷ്ഠിക്കാറുണ്ട്. പുള്ളുവ വംശത്തിൽ ഈ അനുഷ്ഠാന കല പാരമ്പര്യമായി കൈമാറി കിട്ടിയ ആലപ്പുഴ, തൃശൂർ, എറണാകുളം ജില്ലകളിൽ നിന്നെത്തിയ പുഷ്കരൻ, സജീവ്, ജയറാം, സന്തോഷ്, സുരേഷ്, ബിജു എന്നിവരാണ് ഇപ്പോൾ മാളികപ്പുറത്ത് പാട്ട് അവതരിപ്പിക്കുന്നത്. അനുഷ്ഠാനത്തിന്റെ നിറവിൽ പുള്ളുവൻ പാട്ടെന്ന പാരമ്പര്യ കലാരൂപം കാലാതിവർത്തിയായി ശബരിമലയിൽ നിലകൊള്ളുകയാണ്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. മാവേലിക്കര ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മിനി ജോബ് ഡ്രൈവ് ജനുവരി 8 മാവേലിക്കര സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ നടക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ 300ഓളം ഒഴിവുകളിലേക്കാണ് അവസരം. +2 ഡിഗ്രി യോഗ്യതയുള്ള 20നും 40നും ഇടയിൽ പ്രായമുള്ളവർ രാവിലെ 9:30 റിപ്പോർട്ട് ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് 0479 23 44 301 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി പ്രകാരം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ നൽകുന്ന പദ്ധതിയിലേക്ക് വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവയിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യൂണിറ്റ് ചെലവ് 1,20,00,000 രൂപ വരുന്ന പദ്ധതിയിൽ 48 ലക്ഷം രൂപ സർക്കാർ സബ്സിഡി ലഭിക്കും. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് മുൻഗണന. ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസിൽ ജനുവരി 10 വൈകിട്ട് 5 മണിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 5 11 03 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നോർക്ക റൂട്ട്സ് അറ്റസ്റ്റേഷന് യോഗ്യമായ മൊബൈൽ ഫോൺ ടെക്നോളജി പ്രൊഫഷണൽ ഡിപ്ലോമയുടെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടാതെ മറ്റു തൊഴിലധിഷ്ഠിത കോഴ്സുകളായ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് ഡിപ്ലോമ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ എന്നീ കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 8136802304 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.